10 അടി ഉയരം, അതിനൊത്ത തലയെടുപ്പും, ഇടയില്ല അക്രമവാസനയില്ല. 600 കിലോ ഭാരമുള്ള റോബോട്ടിക് ആനയെ ഒറ്റനോട്ടത്തിൽ ജീവൻ തുടിക്കുന്ന കൊമ്പനായെ തോന്നും. ഈ ആന ഓട്ടോമാറ്റിക്കായിട്ട് ചെവി അനക്കും, കണ്ണനക്കും, വാല് തുമ്പിക്കൈ, വെള്ളം ചീറ്റും, തല അങ്ങോട്ടൊക്കെ തിരിക്കും. ഇതൊക്കെ നമ്മളിതിൻ്റെ മെക്കാനിക്കൽ പാർട്സിൽ വരുന്നതാണ്. പെരുങ്കടവിള ശ്രീ ബാലഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദേവിദാസൻ എന്ന് പേരിട്ട റോബോട്ടിക് ആനയെ നടക്കിരുത്തിയത്. അമേരിക്കയിലെ വെർജീനിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീറ്റ ഇന്ത്യ എന്ന മൃഗസ്നേഹി സംഘടനയാണ് ജീവനുള്ള ആനയുടെ അതേ വലിപ്പമുള്ള റോബോട്ടിക് ആനയെ ക്ഷേത്രത്തിന് നൽകിയത്. ഏതൊരു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു പേടി കൂടാതെ അതിൻ്റെ അടുത്ത് നിൽക്കാനും അതിനോട് നമുക്ക് സഹകരിക്കാനും പറ്റും. പിന്നെ യാതൊരു വിധത്തിലുള്ള ഒരു ആന ഇടയുന്ന സാഹചര്യമോ ആൾക്കാർക്ക് അപകടം പറ്റുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ മെക്കാനിക്കൽ എലിഫന്റിലൂടെ ഉണ്ടാവില്ല. ലോഹങ്ങളും ഫൈബറും റബ്ബറും കൊണ്ട് നിർമ്മിച്ച ദേവിദാസന്റെ കണ്ണുകളും കാതുകളും വാലും തുമ്പിക്കൈയും വൈദ്യുതിയുടെ സഹായത്താൽ 4 മോട്ടോറുകളുടെ സഹായത്തോടെ ചലിക്കും. 4 ആളുകളെ വരെ വഹിക്കാൻ ആനയ്ക്ക് കഴിയും. പ്രധാനമായും പരിസ്ഥിതി അല്ലെങ്കിൽ യാതൊരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കാനുള്ള കാരണം. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം എന്നുള്ളതും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ നടന്ന ദേവിദാസന്റെ നടക്കിരുത്തൽ ചടങ്ങ് നടി പാർവതി നായർ നിർവഹിച്ചു.